അടുത്ത പേജ് നോക്കുമ്പോൾ നമുക്ക് അടുത്ത പേജ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തുന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആര്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിൽ വന്നത് പോർച്ചുഗീസുകാരല്ലേ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എത്തിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1498. വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയിലെത്താനായി യാത്ര ചെയ്ത കപ്പലുകളാണ് സാവോ ഗബ്രിയേലും സാവോ റാഫേലും ബെറിയോയും. അപ്പോൾ ഇതൊക്കെ കപ്പലുകളാണ് സാവോ ഗബ്രിയേലും സാവോ റാഫേലും ബെറിയോയും. പോർച്ചുഗീസുകാർ ആദ്യമായി കോഴിക്കോട് എത്തുമ്പോൾ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികളാണ്. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളാണ് വാസ്കോഡഗാമയും സംഘവും ആദ്യ തവണ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്? 60 ഇരട്ടിയിലധികം കേട്ടോ. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളാണ് വാസ്കോഡഗാമയും സംഘവും ആദ്യ തവണ ഇന്ത്യയിൽ നിന്ന് മടക്കി? 60% അവർ അങ്ങോട്ട് മടക്കി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ കാർഷിക വിളയാണ് കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിളൊക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ച യൂറോപ്യന്മാരാരംഭിച്ച പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായ ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളാണ് കൊച്ചി, ഗോവ, ദാമന്തിയു. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രദർശിപ്പിച്ച യൂറോപ്യന്മാർ ആരംഭിച്ച പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച പ്രധാന കലാരൂപമാണ് ചവിട്ടുനാടകവും മാർഗംകളിയും. ഇന്ത്യയിൽ യൂറോപ്യൻ ശൈലിയിലെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിക്കുകയും ചെയ്ത വിദേശികളാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരംഭിച്ച ഡച്ചുകാർ. ഏത് രാജ്യത്തു നിന്നുള്ളവരായിരുന്നു ഡച്ചുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് കടൽമാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാർ വാസ്കോഡഗാമ 1498 വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ളത് സാവോ ഗബ്രിയേലും സാവോ റാഫേൽ, ബെറിയോ ഇതിലൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അറബികളാണ് വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. പോർച്ചുഗീസുകാർ ആദ്യമായി കോഴിക്കോട് എത്തിയപ്പോൾ 60 ഇരട്ടിയിലധികം അങ്ങോട്ട് കൊണ്ടുപോയി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള കാർഷിക വിഭവമായ കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിളൊക്കെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ച യൂറോപ്യന്മാർ ആരംഭിച്ച പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായി ഇന്ത്യയിലെ പ്രധാന വിദേശികളെ വഹിച്ച കൊച്ചി, ഗോവ, ദാമന്തിയു. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രദർശിപ്പിച്ച യൂറോപ്യന്മാർ ആരംഭിച്ച പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം, മാർഗംകളിയൊക്കെയാണ് പ്രധാന കലാരൂപങ്ങൾ. ഇന്ത്യയിൽ യൂറോപ്യൻ ശൈലിയുടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിക്കുകയും ചെയ്ത വിദേശികളാണ് പോർച്ചുഗീസുകാർ. തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരംഭിച്ച ഡച്ചുകാർ. ഏത് രാജ്യത്തു നിന്നുള്ളവരായിരുന്നു ഡച്ചുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളണ്ട്. ഡച്ചുകാരെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരികളോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് 1741 കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചിൽ യുദ്ധം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. ഡച്ചുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാണ് ഇംഗ്ലീഷുകാർ. ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാരാണ് എത്തിയിട്ടുള്ളത്. വ്യാപാരത്തിനായി ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരാരംഭിച്ച ഫ്രഞ്ചുകാർ. ദക്ഷിണേന്ത്യയുടെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായി നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതിനെ തുടർന്ന് ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഏതൊക്കെ പ്രദേശങ്ങളിലായി ചുരുങ്ങി വെച്ചാൽ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. കർണാട്ടിക് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇന്നത്തെ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖല. അതായത് ഹോളണ്ടാണ് ഏത് രാജ്യത്തിലുള്ളവരെന്ന് ഡച്ചുകാർ വെച്ചാൽ ഹോളണ്ട്. നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസുരിക്ക് എന്ന് പറയുന്നത് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശക്തി ഭരണഘടന, അതായത് യൂറോപ്യന്മാരുടെ ശക്തി ഇന്ത്യൻ ഭരണഘടനയോട് പരാജയപ്പെട്ട ആദ്യത്തെ ഇതാണ് 1741 കുളച്ചിൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചിരുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇത് ജില്ല. ഡച്ചുകാർക്കെതിരെ കച്ചവടത്തിനായി ഇംഗ്ലീഷുകാർക്കെതിരെ യൂറോപ്യന്മാരാണ് ഇംഗ്ലീഷുകാർ. ഡച്ചുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ. വ്യാപാരിയായി ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ചുകാർ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നടന്ന യുദ്ധങ്ങൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാട്ടിക് യുദ്ധങ്ങൾ. പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിലായി ചുരുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. കർണാട്ടിക് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇന്നത്തെ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖല.
എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നതെന്ന് വെച്ചാൽ 3. ഏഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 600-ലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പ്രാതിനിധ്യ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിന് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് 1757 പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബാണ് സിറാജുദ്ദൗള. ഏത് യുദ്ധത്തിലെ വിജയത്തോടെയാണ് ബീഹാർ, ബംഗാൾ, ഒഡീഷ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത്? 1764 ബക്സാർ യുദ്ധം. ഈ ബക്സാർ യുദ്ധത്തിൽ തന്നെ മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബ് ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബ് മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ച യുദ്ധമാണ് 1764 ബക്സാർ യുദ്ധം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഇന്ത്യയെ ഞാൻ പിടിച്ചടക്കാം എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട ഇംഗ്ലീഷ് സൈനിക മേധാവി ആയിരുന്ന റോബർട്ട് ക്ലൈവ്. തുറമുഖത്തിലെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ 1639 ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവാണ് ദമർല വെങ്കടാദ്രി നായക. അത് പുതിയൊരു ചോദ്യമാണ് കേട്ടോ. അതായത് തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ 1639 ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവാണ് ധർമ്മല വെങ്കടാദ്രി നായക. 1662 പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായിട്ട് ലഭിക്കുകയും പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയും ചെയ്ത ഇന്ത്യയിലെ പ്രദേശമാണ് മുംബൈ. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. വില്യം കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്. ക്രമേണ പട്ടണമായി മാറി പിന്നീട് ഏതു പേരിൽ അറിയപ്പെട്ടു? കൽക്കട്ട. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിട്ടുള്ള മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നൽകിയിട്ടുള്ള യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. മൈസൂർ സേനയെ നയിച്ചത് ആരെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും. ഹൈദരാലി മരണമടഞ്ഞ വർഷം ഇത് 1782. ടിപ്പു സുൽത്താൻമാർ വധിക്കപ്പെട്ട 4ാം മൈസൂർ യുദ്ധം നടന്ന വർഷം ഇത് 1799. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടിട്ടുള്ള 4ാം മൈസൂർ യുദ്ധം. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആയിരുന്ന കോൺവാലിസ് പ്രഭു. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? BUB. ഭൂവുടമകളായിരിക്കുന്ന സമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചത് ഏത് സംവിധാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണ് കേട്ടോ. ഭൂവുടമകളായിരുന്ന സമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചത് ഏത് സംവിധാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. വിളയിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകേണ്ടി വരുന്നത് ഏത് നികുതി സമ്പ്രദായത്തിലാണെന്ന് വെച്ചാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണ് കേട്ടോ. വിളവിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി അടയ്ക്കേണ്ടി വരുന്നത് ഏത് നികുതി സമ്പ്രദായത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യ ഡെക്കാൻ പ്രദേശങ്ങളിൽ 1820 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായമാണ് റൈഡ് വാരി സമ്പ്രദായം. ദക്ഷിണേന്ത്യ ഡെക്കാൻ പ്രദേശങ്ങളിൽ 1820 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായമാണ് റൈഡ് വാരി സമ്പ്രദായം. റൈഡ് വാരി സമ്പ്രദായത്തിന് രൂപം നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ച് അവരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചത് ഏത് സമ്പ്രദായത്തിലാണെന്ന് വെച്ചാൽ റൈഡ് വാരി സമ്പ്രദായം. ഏത് നികുതി വ്യവസ്ഥയിലാണ് നികുതി നടക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്? റൈഡ് വാരി സമ്പ്രദായം. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 1822 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോൾട്ട് മെക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ടേബിൾ ഉണ്ട്. ഡച്ചുകാരായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെപ്പറ്റി വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരായിരുന്നു രചനയിൽ പങ്കാളിയായത്.
ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കര പള്ളി ഗ്രാമത്തിലെ ഒരു പരമ്പരാഗത വൈദ്യ കുടുംബത്തിൽ നിന്ന് പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടിയാച്ചൻ. മലയാളം അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഈ കൃതിയെ മലയാളം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ലാസ്റ്റ് ഒരു കുഞ്ഞു ടേബിളും കൂടിയുണ്ട്. ഈ കുഞ്ഞാലി മരക്കാരൻ്റെ കോഴിക്കോട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകുന്നതിനായിട്ട് സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിലെ സംഘർഷങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരന്മാരിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. വ്യത്യസ്ത കാലങ്ങളിലായി 4 പേരുകൾ ഈ സ്ഥാനം അലങ്കരിച്ചു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. മൂന്നാമനാണ് ചാലിയം കോട്ട മൂന്നാമൻ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഓവയിൽ വെച്ച് വധിച്ചു. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുകയാണെന്നെങ്കിൽ പോർച്ചുഗീസുകാർ വാസ്കോ ഡ ഗാമ എന്നാണ് വന്നത്, ഏതൊക്കെ കപ്പലിലാണ്, അറബികളാണ് ഉണ്ടായിരുന്നത്, 60 ഇരട്ടി അങ്ങോട്ട് പോയി എന്തൊക്കെ വിഭവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ മാനുവൽ കോട്ട പണിതുകാർ, പിന്നെ പ്രധാന പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരെ നിയന്ത്രണത്തിലുള്ള കൊച്ചി, ഗോവ, ദാമന്തിയൊക്കെയാണ് പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ, പിന്നെ അവരുടെ കലാരൂപം, പിന്നെ യുദ്ധമുറകളും അഭ്യസിപ്പിച്ചതും ചെയ്ത വിദേശികളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം. പിന്നെ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ഡച്ചുകാർ, പിന്നെ ഹോളണ്ട് എന്നാണ് അതിൻ്റെ വേറൊരു പേര്. പിന്നെ കുളച്ചിൽ യുദ്ധമാണ് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം. കുളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മ, തമിഴ്നാട്ടിലെ കന്യാകുമാരി ആണ് ഇതിൻ്റെ യുദ്ധം. ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യന്മാരാണ്. ഫ്രഞ്ചുകാർ വ്യാപാരത്തിന് ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരാരെന്ന് വെച്ചാൽ ഫ്രഞ്ചുകാർ. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. പിന്നെ പറയുകയാണെങ്കിൽ 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് 3 കർണാട്ടിക് യുദ്ധങ്ങൾ 3 ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിലായി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600. ജഹാംഗീറാണ് മുഗൾ ചക്രവർത്തി. ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം സ്ഥാപിക്കാൻ അനുമതി നൽകുന്നത് ഈ മുഗൾ ചക്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഹാംഗീർ. 1757 പ്ലാസി യുദ്ധമാണ് കാരണമായ യുദ്ധം. സിറാജുദ്ദൗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ നവാബാണ്. 1764 ബക്സാർ യുദ്ധമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത്. പിന്നെ തോൽപ്പിച്ച യുദ്ധം 1764 ബക്സാർ യുദ്ധമാണ്. റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സൈനിക മേധാവി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഡമർല വെങ്കടഹദ്രി നായക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയിട്ടുള്ള പ്രാദേശിക രാജാവാണ്. ഇന്ത്യയിലെ പ്രദേശമാണ് മുംബൈ. ഉപഹാരം കൊടുത്തിട്ടുള്ളത് വില്യം കോട്ടയാണ്. ചുറ്റും അതിൽ കിട്ടിയിട്ടുള്ളത് കോട്ടയുടെ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർക്ക് പണിത കോട്ട വില്യം കോട്ട. കൽക്കട്ടയാണ് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ക്രമേണ പട്ടണമായി മാറി പിന്നീട് ഏത് പേരിൽ അറിയപ്പെടുന്ന കൽക്കട്ട. ആംഗ്ലോ മൈസൂർ യുദ്ധമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടന്ന യുദ്ധം. പിന്നെ 1782 ഹൈദരാലി മരണമടഞ്ഞ വർഷം. 1799 പ്രശ്നം വധിക്കപ്പെട്ട 4ാം മൈസൂർ യുദ്ധം നടന്ന വർഷമാണ് 1799. കോൺവാലിസ് പ്രഭുവാണ് ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. പിന്നെ ബംഗാൾ, ബീഹാർ, ഒഡീഷയാണ് അതിനെ പറ്റിയ സ്ഥലം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നികുതി പിരിച്ചത് ഏത് സംവിധാനം വെച്ചാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. സെമീന്ദാർമാരായിരുന്നു അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പിന്നെ പറയുന്നത് ഒരു നിശ്ചിത തുക കർഷകരിൽ നിർബന്ധമായും നികുതിയായി നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ. റൈഡ് വാരി ദക്ഷിണേന്ത്യയിലാണ്. തോമസ് മൺട്രിയും അലക്സാണ്ടർ റീഡാണ് അവരുടെ ആൾക്കാരെ. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ച് അവയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ടിട്ടാണെങ്കിൽ റൈറ്റ് വാരി ബ്രിട്ടീഷുകാർ നേരിട്ട് റൈറ്റ് വാരി നിർബന്ധിച്ച് കൊടുത്തിരുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുക, അതൊക്കെ റൈറ്റ് വാരി ഭീഷണിപ്പെടുത്തി പിടിച്ചെടുക്കുക, അതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലായി 1822 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായം മഹൽവാരി. പിന്നെ മഹൽവാരി ഉത്തരേന്ത്യയിലും പഞ്ചാബ് എന്നിവിടങ്ങളിൽ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോൾട്ട് മെക്കൻസിയാണ് മഹൽവാരിയുടെ ആൾക്കാർ. ഓക്കെ, ക്ലിയർ അല്ലേ?